നമസ്കാരം. നമുക്കിന്നൊരു യാത്ര പോയാലോ? കേരളത്തിന്റെ പച്ചപ്പിലേക്ക്, പശ്ചിമഘട്ടത്തിന്റെ ഹൃദയത്തിലേക്ക്. ഇവിടെ പ്രകൃതിയെ അതേപടി കാത്തു സൂക്ഷിക്കുന്ന 5 ദേശീയോദ്യാനങ്ങളുണ്ട്. അവയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ, ഈ 5 പേരാണ് കേരളത്തിന്റെ അമൂല്യമായ ജൈവസമ്പത്തിന്റെ കാവൽക്കാർ. ഓരോ പാർക്കിനും അതിന്റേതായ പ്രത്യേകതകളുണ്ട്, പറയാൻ ഒരുപാട് കഥകളുണ്ട്. നമുക്ക് ആ കഥകൾ ഒന്നൊന്നായി കേട്ടു തുടങ്ങാം. ഓക്കെ, നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇരവികുളത്ത് നിന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന തലയെടുപ്പോടെ നിൽക്കുന്ന ഒരിടം. 1978-ലാണ് ഇരവികുളം ഒരു ദേശീയോദ്യാനമായി മാറുന്നത്. ഇരവികുളം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഇതാണ്, അല്ലേ? വരയാട്, അല്ലെങ്കിൽ നീലഗിരി താർ. വംശനാശത്തിന്റെ വക്കിൽ നിന്ന് അവയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഈ മലനിരകളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരയാടുകളെ കാണാൻ കഴിയുന്നയിടം ഇടുക്കിയിലെ ഈ ഇരവികുളമാണ്. അപ്പോ ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: 1978-ൽ നിലവിൽ വന്ന ഇരവികുളമാണ് കേരളത്തിന്റെ ആദ്യത്തെ നാഷണൽ പാർക്ക്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളത്തെ തണുപ്പിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നിഗൂഢമായൊരു നിശബ്ദ താഴ്വരയിലേക്കാണ്. സൈലന്റ് വാലി. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമചരിത്രം ഉറങ്ങുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ സ്വന്തം വീട്. സൈലന്റ് വാലിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ സിംഹവാലൻ കുരങ്ങുകളാണ്. പുറം ലോകത്തിന്റെ ശല്യമില്ലാതെ ജീവിക്കാനൊരിടം. അതാണ് പാലക്കാട് ജില്ലയിലെ ഈ മഴക്കാടുകൾ അവർക്ക് നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഈ വംശം ഇന്നും നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണവും സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി പറയാം. 1984-ലാണ് ഇത് ദേശീയോദ്യാനമാകുന്നത്. ഇതിന് സൈരന്ധ്രി വനം എന്നൊരു പേരുകൂടിയുണ്ട്. ഇതിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയിൽ നിന്നാണ് ആ പേര് വരുന്നത്. മഹാഭാരതത്തിലെ പാഞ്ചാലിയുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും ഈ പേരിനു പിന്നിലുണ്ട്. ഇനി നമ്മൾ ഇടുക്കിയിലേക്ക് തിരികെ വരികയാണ്. അവിടെയുള്ള ചോലത്രയത്തെ പരിചയപ്പെടാൻ. എന്താണ് ഈ ചോലവനങ്ങൾ? വലിയ പുൽമേടുകൾക്കിടയിൽ താഴ്വരകളിൽ കാണുന്ന ചെറിയ നിത്യഹരിത വനങ്ങളാണിത്. അങ്ങനെ ഒരേ വർഷം ഒരേ ജില്ലയിൽ വന്ന 3 ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. 2003 കേരളത്തിന്റെ വനസംരക്ഷണ ചരിത്രത്തിൽ ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരൊറ്റ വർഷമാണ് ഇടുക്കി ജില്ലയിൽ 3 പുതിയ ദേശീയോദ്യാനങ്ങൾ നിലവിൽ വന്നത്. ആ ചോലത്രയത്തിൽ ആദ്യത്തേതാണ് പാമ്പാടൻചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണിത്. പക്ഷേ വലിപ്പത്തിൽ കാര്യമില്ല എന്നു പറയും പോലെ നീലഗിരി മാർട്ടിൻ എന്ന വളരെ അപൂർവമായ ഒരു ജീവിയുടെ പ്രധാന താവളമാണ് ഈ ചെറിയ വനം. രണ്ടാമത്തേത് മതികെട്ടാൻ ചോല. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ആനകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു പ്രധാന പാതയാണിത്. ഈ പേരിന് പിന്നിലുമുണ്ട് ഒരു കഥ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മതികെട്ടാൻ ചോലയ്ക്കുള്ളിൽ കയറിയാൽ മതികെട്ടുപോകും. അതായത് ഈ കൊടും വനത്തിനുള്ളിൽ വഴിതെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. അതാണ് ഈ പേരിന് പിന്നിലെ കാരണം. ചോലത്രയത്തിലെ 3ാമത്തെയും അവസാനത്തെയും ഉദ്യാനമാണ് ആനമുടിശോല. ആനകളെയും കടുവകളെയും സംരക്ഷിക്കുന്നതിൽ ഈ പാർക്കിന് വലിയ പങ്കുണ്ട്. അതിന്റെ സ്ഥാനമാണ് ഇതിനെ കൂടുതൽ തന്ത്രപ്രധാനമാക്കുന്നത്. അതെ, ആനമുടിശോല കിടക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിനോട് തൊട്ടുരുമ്മിയാണ്. അപ്പൊ എന്താ ഗുണം? വന്യജീവികൾക്ക് ഒരു തടസ്സവുമില്ലാതെ വളരെ വിശാലമായൊരു പ്രദേശത്ത് സഞ്ചരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് ഈ മേഖലയിലെ മൊത്തത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ശരി, അപ്പൊ നമ്മൾ ഈ 5 ദേശീയോദ്യാനങ്ങളെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ഒന്നുകൂടി നോക്കിയാലോ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കാൻ ഇത് സഹായിക്കും. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. 1978-ല് ഇടുക്കിയിൽ വരയാടുകൾക്കായി ഇരവികുളം വന്നു. പിന്നെ 1984-ൽ പാലക്കാട് സിംഹവാലൻ കുരങ്ങുകൾക്കായി സൈലന്റ് വാലി. അതിനുശേഷം 2003-ൽ ഇടുക്കിയിൽ ആ 3 പേർ ഒരുമിച്ച് വന്നു: പാമ്പാടൻചോല, മതികെട്ടാൻ ചോല, ആനമുടിശോല. കാര്യങ്ങളിപ്പോ കൂടുതൽ വ്യക്തമായില്ലേ? ഈ യാത്രയുടെ അവസാനം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദേശീയോദ്യാനങ്ങളൊക്കെ വെറും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമല്ല. ഇത് നമ്മുടെ ഒരു പൈതൃകമാണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. സത്യത്തിൽ കേരളം എന്ന നമ്മുടെ നാടിന്റെ ശ്വാസകോശങ്ങളാണ് ഈ 5 ദേശീയോദ്യാനങ്ങളും. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി പകരം വയ്ക്കാനില്ലാത്ത ഈ ജൈവവൈവിധ്യത്തെയാണ് ഈ കാടുകൾ കാത്തുസൂക്ഷിക്കുന്നത്. ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം:
നമ്മുടെ ഈ വിലമതിക്കാനാവാത്ത പ്രകൃതി സമ്പത്തിനെ, ഈ ജീവന്റെ തുടിപ്പുകളെ അടുത്ത തലമുറയ്ക്കു വേണ്ടി കൈമാറാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു ചിന്തയോടെ നമ്മുടെ ഇന്നത്തെ വിവരണം ഇവിടെ നിർത്തുന്നു. നന്ദി.